ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ പറയൂ. ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കാൻ വന്നൊക്കെയാണ്. അച്ചു ചീരിയുടെ പേസ്റ്റൊക്കെ വെച്ച് പല്ല് തേക്കാൻ വേണ്ടി പുതിയ പേസ്റ്റ് വാങ്ങിച്ച് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കോഴി ഇരിക്കുകയാണ്. ഞാൻ ഇന്നാണ് ഈ കോഴിയെ കണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് ഇതിനകത്ത് കോഴി ഉണ്ടായിരുന്നു അച്ചു ഇതുപോലെ? കോഴി ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നാണ് ഈ കോഴിയെ കാണുന്നത്. അടിപൊളിയായിട്ടൊരു കോഴിയൊക്കെ വെച്ചിട്ടാണ് ചീരിയുടെ പേസ്റ്റ്. അച്ചുവിൻ്റെ പുതിയ ബ്രഷ് എവിടെ? ഇതാണ് അച്ചൂസിൻ്റെ പുതിയ ബ്രഷ്. അപ്പോൾ അച്ചൂസ് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പല്ല് തേക്കാൻ എത്തിയിരിക്കുകയാണ്. ഇന്നലെ പല്ല് തേച്ചാ? അച്ചു എന്നും പല്ല് തേക്കും. ഞാൻ വെറുതെയാണ് കുറേ ദിവസം എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അച്ചൂസ് പല്ല് തേക്കാൻ വന്നേക്കാണ്. ഈ കോഴിയെ കാണിക്കാനാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്, വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, നമ്മളെവിടെ പോണേ? സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പുതുതായി വാങ്ങിയ സ്ഥലത്ത് കാടൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മഴയൊക്കെ വന്നു. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കുന്നതിനായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയമാണ് കേട്ടോ കൂട്ടുകാരേത്. അപ്പോൾ എന്തായാലും രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി നമ്മൾ വൃത്തിയാക്കിയിട്ട സ്ഥലം കാണാനായിട്ട് പോവുകയാണ്. മഴ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇന്നാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഓണമൊക്കെ ആയില്ലേ, ജമന്തി പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. പൂക്കൾ എപ്പോഴായിരുന്നാലും ചെടിയിൽ നിൽക്കുന്നത് കാണാൻ തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗി എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായിട്ട് ഇതെല്ലാം നേരെ തട്ടിലേക്ക് പോകുന്നതാണ്. തട്ടെന്ന് ഉദ്ദേശിച്ചത് അത്തത്തട്ടാണ് കേട്ടോ. വീണ്ടും ഒരുപാട് ഈ ചെടികളും പൂക്കളും ഒക്കെ കണ്ട് കണ്ണിന് പ്രത്യേകം കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെയെന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങനെ കുറച്ചു നേരം ജമന്തിപ്പൂക്കളൊക്കെ കണ്ടങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും മുന്നോട്ട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും യാത്ര തിരിച്ചു. നടന്ന് ഞങ്ങളിതാ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൃത്തിയാക്കിയ സ്ഥലമെന്ന് പറയുന്നത്. നിറച്ച് ഇതുപോലൊന്നും അല്ലായിരുന്നു, നിറച്ച് കാടും പടർപ്പും, അതായത് പുല്ലും ഒക്കെ പൊടിച്ച് കിടന്ന സ്ഥലമായിരുന്നു. മഴ 2-3 കഴിഞ്ഞു. അതിനുശേഷം പച്ചപ്പ് വീണ്ടും ഇവിടെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നട്ടു വളർത്തിയ ഒരു വാഴയാണ് കേട്ടോ. അപ്പോൾ മഴയും നല്ല വെള്ളമൊക്കെ കിട്ടിയത് കാരണം അത് നല്ലപോലെ കുലയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് തൊട്ടാവാടി ചെടിയുടെ പൂവെന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇതൊന്നും പരിചിതമല്ലാത്ത ഒരു കാലമാണല്ലോ. ഇതാണ് തൊട്ടാവാടി ചെടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തായാലും കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നതിനായിട്ട് വീണ്ടും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.